വിൻഡോസ് കൺട്രോൾ ഷിഫ്റ്റ് ബി. എന്തോ ഒച്ചയുണ്ടായി. എന്തോ പറ്റി? എന്റെ PC എന്തോ പറ്റി? ഗ്രാഫിക്സ് റിഫ്രഷ് ആവും. ഷിഫ്റ്റ് മേടിച്ചപ്പോ സ്ക്രീൻ എല്ലാം ഒന്ന് ബ്ലിങ്ക് ആയിട്ട് വന്നു. ഗ്രാഫിക്സ് റിഫ്രഷ് ആവുന്ന. ഞാൻ പറയണേ ഒന്നും കൂടെ വിൻഡോസ് കീ അടിച്ചിട്ട് ഒന്നും കൂടെ ബാക്ക് അടിച്ചു നോക്കി. അടിച്ചിട്ട് വരുന്നില്ലെന്ന്. ഓക്കെ ഓൾ ടൈം വർക്കാന്നില്ല. ഇല്ല വിൻഡോസ് കീ എങ്ങനെയൊക്കെയാണ് റെഡിയാവും. ഞാൻ അടിച്ചടിച്ചത് കേട്ടോ സൗണ്ട് കേട്ടോ. വിൻഡോസിൽ അടിക്കാൻ പോണേ പ്ലാച്ച് പ്ലാച്ച് ഒന്ന് നോക്കി. ഇത് റീകണ്ട് അടിക്കാൻ പറ്റും കിക്കില്? റീലൈവ് ഇട്ടോ? അല്ല സിറ്റിയിൽ ഒന്നും കൂടെ ഇങ്ങനെ അല്ല സിറ്റിന്ന് ഇറങ്ങണ്ട. സ്ട്രീം ലാബ്സ് കിറ്റ് എൻട്രാസ് അടിച്ചിട്ട് ഇട്. പുതിയ ലൈവ് അതിന് മറ്റേ ഇത് വർക്ക് ചെയ്യണ്ടേ? ടാസ്ക് മാനേജർ വർക്ക് ചെയ്യണല്ലോ. അത് വിൻഡോസ് അടിച്ചിട്ട് വരുന്നില്ല. ഇല്ല റീസ്റ്റാർട്ട് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആരെഴുതുന്നു? ഇതെല്ലാം ഞാൻ തന്നെയാ. എന്റെ ചാനലിൽ എല്ലാം ഞാൻ തന്നെയാ ഒറ്റയ്ക്ക. വ്യക്തിഗത ഇറക്കിട്ടോ ഞാൻ അവസാനത്തെ അപ്പൊ എനിക്ക് കുറച്ചു നേരം ഇവരെ എന്തെങ്കിലും ചെയ്തൊന്ന് കഴിപ്പിച്ച ഇവരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വരുമ്പോ ഒരു ഭംഗി കിട്ടാറുള്ളൂ. ചിരിച്ചു കാണിക്കല്ലേടാ അല്ലാത്തപ്പോഴൊക്കെ കരച്ചിലായിട്ടിരിക്കണോ നീ? ഫ്രസ്ട്രേറ്റഡാ. ചിരിച്ചു കാണിക്കല്ലേ. മനസ്സിലാക്കുള്ള പ്രായമായിട്ടില്ലല്ലോടാ അതിന്റേതായിട്ടുള്ള ഒരു ഈ ഒരു സൈഡില് ചെറിയൊരു പാലിച്ചുണ്ടാവാതെ കുഴപ്പമില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മയക്കത്തൊക്കെ ഇടിക്കുന്നില്ല. അയ്യോ ഇടയ്ക്കിടയ്ക്ക് മുഖത്തോക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. വലിയ സ്ക്രിപ്റ്റ് വായിക്കാൻ പോയി തപ്പാ പോയിട്ടവൻ. ഇവൻ ഇന്ന് എന്താ പറഞ്ഞില്ല ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നത്. ഇവൻ ചിരിക്കൂലും ചെയ്യാത്തവനാ സ്ക്രീന് നോക്കി. നാണൊക്കെ വരുന്ന നീ ആര്? എന്റെ IMന്ന് കയ്യറാ IMന്ന് ഈ കുറാ തെരുവാടാ അച്ഛനാടാ പറയണ കയ്യറാ IMന്ന് കയ്യറാ എറാ എറാ വായിനടുത്ത് വെച്ച് കുറച്ച് തുപ്പല് വെച്ച് കൊടുക്കണ IMനകത്ത്. തീർത്തില്ല. ഇവനേതോ കൊച്ചു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യണം. പെരിയ മനുഷ്യൻ പാത്താ ഉടമട്ട ലൈവില് നീ ആക്ഷേപിച്ചല്ലേ, മുഖത്തടിച്ചല്ലേ നീ. ലൈവ് എൻഡ് ചെയ്യാൻ ഓടാ. എന്റെ ഒരു ആക്ഷേപിച്ച് ഇത്ര പേരുടെ മുമ്പിൽ വെച്ച് ഈകളുടെ മോനടിച്ചപ്പോൾ കൈ റോള് കഴിഞ്ഞു അഭിനയം കഴിഞ്ഞു. വിട്ടു കഴിഞ്ഞു റോള് കഴിഞ്ഞതിന്റെ അന്തേക്കാ മോശം ചേർക്കാൻ പിന്നെ അടിക്കുന്നതിനെ
സ്ക്രിപ്റ്റ് അങ്ങനെ നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ അവസാനിക്കുന്നത്. ഈ കണ്ണാടിക്ക് ഒരു ഏങ്കോണിക്ക് വന്നല്ലോ. പൊട്ടിയാണ്. എനിക്കൊരു ഡൗട്ട് ബ്രോ, എനിക്കൊരു ഡൗട്ടേ, നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോ നമ്മൾ ചെയ്തേം കാട്ടി കൂടുതൽ കള്ളത്തരം ചെയ്യുമായിരിക്കോ? പിന്നെ വെത്ത് വേണം, 10 വേണം. ഈഗിൾ ബ്രോ നശിച്ചു കേട്ടോ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ, നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇവന്മാരെ പിടിക്കാൻ പറ്റും, മനസ്സിലായ? അതായിരുന്നു നമ്മുടെ അച്ഛന്മാര് പിടിക്കാൻ പറ്റൂല. നമ്മള് ടെക്നോളജിക്ക് അനുസരിച്ച് വളരണം. അതെ അതെ, വളർന്നാ മാത്രമേ നടക്കുള്ളൂ, വളർന്നില്ല നടക്കൂല. സത്യം. കണ്ടുപിടിക്കണം അല്ല. ബാബു ഭയങ്കര ഓവർ ആക്ടിങ്, പൈസ കുറച്ച് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. നാട്ടുകാർക്ക് മനസ്സിലായതായിട്ട് ഇവന്റെ വായിന്നാണ്. അയ്യോ, ഞാൻ സ്ക്രിപ്റ്റിനെ പാതി വെച്ച ജോയിൻ ചെയ്ത്, അതുകൊണ്ടാ. ഉറക്കത്തിൽ സ്ക്രിപ്റ്റ് കയറിയാൽ മൊത്തം വായിച്ചു നോക്കാതെ. ഇത് എന്തൊരു അവസ്ഥയാടാ. ആർപ്പി കളിക്കുന്ന എല്ലാവർക്കും ഇതാണോ അവസ്ഥ? ഇല്ല എന്റെ കേരള വിഷനാ. എനിക്കില്ല എനിക്കുണ്ട് എനിക്ക് ഇഷ്ടമുണ്ട്. ദുബായിൽ കേരള വിഷയമുണ്ടോ? ദുബായ് വിഷൻ കേരള കരാബായി ഓടിച്ചത് പറയണോ? കേരളത്തിന്റെ ദുബായിലേക്ക് നേരെ ലൈന്. ലാസ്റ്റ് ട്രൈ ആണേ. ഇതിവിടെ ഇല്ലെങ്കിൽ ഞാൻ പോവാണേ. ഞാൻ ഇപ്പൊ തന്നെ എറണാകുളം പോവാ. ഇപ്പൊ തന്നെ വണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് എറണാകുളം പോവാ. കീ കിട്ടി ഓൾറെഡി നമുക്ക്. ക്ലൗഡ് ഫെയർ ഇടണം തോന്നണ. ഇല്ല, അത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു റാപ്പ്. ക്ലൗഡ് ഫെയർ വേണം. ക്ലൗഡ് ഫെയർ VPN ഇടണം. ഇടാൻ പറ്റില്ല. ഇടാൻ പറ്റില്ല. അപ്പൊ കയറാൻ പറ്റില്ല. ഡൗൺലോഡിംഗ് ഉണ്ട്. ഇടാൻ പറ്റില്ലടാ. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവ കയറാൻ പറ്റൂല എന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് ഇത് വന്നപ്പോ അവരുടെ ഇതിന്റെ ഇടയില് ഇട്ട് കഴിഞ്ഞാ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ, റീകണക്ട് ആവുന്ന സമയത്ത് അതുണ്ടാവും. ഇത് വാർപ്പിടാണ്ട് കയറാൻ പറ്റൂല എന്റെ അറിയില്. ഡൗൺലോഡിംഗ് ഉണ്ട്, കൊറേ ഡൗൺലോഡിംഗ് ഉണ്ട്. ഒന്നും കൂടെ റിലീസ് മാറ്റി നോക്ക്. എടാ 5 മിനിറ്റ് ഇല്ലടാ, ഞാൻ അവിടെ പോയി ചോദിച്ചാണ്. എന്റെ അടുത്ത് ഇതാ പറഞ്ഞത്.